കാര്യമുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരണങ്ങൾ തീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. നല്ല മാരണമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു തരും. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ. ഇവരുടെ സംസ്കാരത്തെ കുറിച്ച് ഇനിയൊന്നും പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു പരലോകത്തില് പരിപാവനമായിട്ടുള്ള സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ശരി, അപ്പൊ ഇനി വൃത്തിയും ശുദ്ധിയുമുള്ള ഇവരുടെ രീതിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. വെടിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പരിശ്രമിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനാണ് നിങ്ങൾക്ക് എനിക്കിതൊക്കെ ദേശീയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇനി എന്തെല്ലാം ഈ കുണാപ്പിനകത്തൂടെ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്കിതൊന്നും പേടിയൊന്നുമില്ല. ഞാൻ ഒരുത്തരെ വകവെക്കുകയില്ല. എന്റെ ശൈലി എങ്ങനെയാണ്? എനിക്കിനി ഏത് ചൊറിയാൻ പറഞ്ഞാലും ചെറിയാൻ പറഞ്ഞാലും ചക്കറിയ പറഞ്ഞാലും കുക്കറിയ പറഞ്ഞാലും ആട് തന്ത പറഞ്ഞാലും എനിക്കിവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ തീരുടെ കാര്യം സത്യസത്യമായിട്ട് കുറിച്ച് പറയും. നമുക്കെന്തിനാ പ്രശ്നം? ഇവരൊക്കെയാണ് തീരുമാനിക്കുന്ന തീരുടെ കാര്യങ്ങൾ. നമ്മളല്ല അല്ലാഹു റസൂലും പഠിപ്പിച്ച ദീന. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചക്രിയയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. ഈ ചക്രിയതിനകത്ത് ചൊറിയാൻ പോണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യം. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളൊരു കാര്യം പറയുന്നതെങ്കിൽ ഈ രാജ്യം ഇസ്ലാം മത രാജ്യമല്ല എന്ന് പറയാൻ ചക്കറിയയ്ക്കും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഇസ്ലാം മത നിയമം ഇവിടെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഇത് ശരീഅത്ത് നിയമപ്രകാരം നിലനിൽക്കുന്ന ഇസ്ലാം മത രാജ്യമാകണം. അതായിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ ചക്കറിയ പ്രതിനിധാനം ചെയ്യുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യം അനുസരിച്ച് അദ്ദേഹത്തിന് ശരിയല്ല എന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിയെയും, ഏതൊരു ആദർശത്തെയും, ഏതൊരു ആശയത്തെയും എതിർക്കാൻ, വിമർശിക്കാൻ അദ്ദേഹത്തിന് റൈറ്റ്സ് ഉണ്ട്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ, ഇസ്ലാം മത നിയമം പറയുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, അത് പൊതുജന മര്യാദകൾക്ക് വിരുദ്ധമാണെങ്കിൽ എതിർക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നത്? പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ കുട്ടികളോട് കുർബാനക്കിടയിൽ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ഒന്ന് സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് എന്തിനായിരുന്നു മുസ്ലിങ്ങളെല്ലാം കൂടെ മാർച്ച് നടത്തിയത്? ഷാമു കോയമ്പത്തൂർ എന്ന അപരനാമത്തിൽ ഒരു ചിൻവാദ് പാലം എന്ന് പറയുന്ന പുസ്തകം എഴുതി. നിങ്ങൾ എന്തിനാണ് ആ പുസ്തകം ബാൻ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്? പിന്നീട് കോടതിയെ സമീപിച്ചിട്ടാണല്ലോ ആ ബാനിങ് റദ്ദ് ചെയ്തത്. എന്തിനായിരുന്നു അത്? ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ കുട്ടികളെല്ലാം കൂടി മൈമ് കളിച്ചു. ആ സമയത്ത് അവര് പർദ്ദയിട്ടു എന്നും പറഞ്ഞ് നിങ്ങളാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതൊക്കെ ഈ ജനാധിപത്യ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പട്ടികയിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തും കാണിക്കാം, മറ്റുള്ളവരെ നിങ്ങൾക്ക് എങ്ങനെയും എതിർക്കാം. മറിച്ച് നിങ്ങൾ ചെയ്യുന്നതിനെ ഒരാളും എതിർക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് പാകിസ്ഥാനല്ല കേട്ടോ എന്ന്. കുടുംബജീവിതത്തിന്റെ കാര്യം ഇതൊക്കെ നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ? മുസ്ലിം അല്ലല്ലോ, നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന, നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും എതിരാണ് എന്ന് തോന്നുന്ന ഏതൊരാശയത്തെയും നമുക്ക് എതിർക്കാം. മനസ്സിലായല്ലോ? നിങ്ങൾ നിങ്ങളുടെ കെട്ടിയോളുമാർക്ക് പൊറോട്ട കെട്ടി വീട്ടിയിരിക്കണമായിരുന്നു. നിങ്ങൾ പാലാ ബിഷപ്പിന്റെ നെഞ്ചത്തോട്ട് പൊങ്കാല ഇടാൻ കയറരുതായിരുന്നു. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഖുർആനും ഹദീസും അല്ലാഹു റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിനകത്ത് ഹൂറികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൂറികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹൂറികളുടെ മാറിടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, നിങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്നതോട് ഒരു കുഴപ്പവും
ഇത് ഇന്നത്തെ സദാചാര മര്യാദകൾക്ക് ലംഘനമാണെങ്കിൽ അതിനെ ഞങ്ങൾക്ക് വിമർശിക്കാനും റൈറ്റ്സ് ഉണ്ട് ഉസ്താദേ. ഈ പുസ്തകത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഉസ്താദെ ഞങ്ങളും പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ പറ്റുന്നത്. അതെ, നിതംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ, മാറിടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ, വിശപ്പുള്ള യോനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വളയാത്ത ലിംഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും സ്ഖലിക്കാത്ത ഏതാണ്ട് 2-3 വർഷം വരെ നീണ്ടുപോകുന്ന ലൈംഗിക സുഖത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമില്, ഹദീസുകളില്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളില്. ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളും ഇവരോട് വിളിച്ചു പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റി. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഖുർആനും ഹദീസും അല്ലാഹു റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിനകത്ത് ഹൂറികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിതംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ കുഴപ്പമായിരിക്കും? ഇല്ല, അത് പറയുമ്പോ മാത്രം നിനക്കെന്താ എത്ര പിടുത്തം? ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ തുറന്നു വെച്ചിട്ട് ഈ ടിവിയുടെ മുന്നിലിരുന്ന്, ഈ മീഡിയയുടെ മുന്നിലിരുന്ന് ഈ സാമാനം കാണിച്ചുകൊണ്ട് ഇന്റർവ്യൂ എടുക്കുന്നവർക്കൊന്നും പ്രശ്നമില്ല. നമ്മൾ സംസ്കാര സമ്പന്നരാണേ, ഒന്നും വിചാരിക്കരുത്. അതിനൊന്നും ആർക്കും പ്രശ്നമില്ല. കീറിയ ഡ്രസ് ഇട്ട് നടക്കുന്നതിന് പ്രശ്നമില്ല, മലക്കച്ചവും കെട്ടിട്ട് നടക്കുന്നതിന് പ്രശ്നമില്ല. അതിനൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട. പരിശുദ്ധമായ ഖുർആനിൽ ഹൂറികളെ കുറിച്ച് അല്ല പറഞ്ഞപ്പോ ഇവന്മാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതെന്താ പ്രശ്നം? അതെന്താ സഹിക്കാൻ? പ്രസംഗം ഞാൻ പറഞ്ഞുതരാം, പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇത് ലോക ജനങ്ങൾക്കാകമാനം സന്മാർഗ ദർശനമായിട്ട് ഇറങ്ങിയ പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് മാദക റാണികളുടെ സെക്സ് കഥകളാണുള്ളത് എന്ന്, മുത്തുച്ചിപ്പിയെ വെല്ലുന്ന കാമശാസ്ത്രങ്ങളാണുള്ളത് എന്ന് ഇന്ന് ജനങ്ങൾക്കറിയാം. ശരി, മാറിടം തൊടുത്ത സ്ത്രീകളെ സ്വർഗത്തില് പുരുഷന്മാർക്ക് അല്ലാഹു കൊടുക്കാൻ തയ്യാറായപ്പോൾ എവിടെമെങ്കിലുമൊക്കെ മുഴുപ്പുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്കും കൊടുക്കാൻ തയ്യാറാകേണ്ടിയിരുന്നില്ലേ? ഇത് ഈ കാലഘട്ടത്തിലും ഈ മുത്തുച്ചിപ്പിയെ വെല്ലുന്ന കാമകഥകൾ വിശ്വസിക്കുന്ന ഒരു ജനതയെ പൊട്ടക്കിണറ്റിൽ നിന്നും വലിച്ച് വെളിയിലേക്ക് എടുക്കേണ്ടത് തലക്കകത്താള് താമസമുള്ളവരുടെ ബാധ്യതയാണ്. നിങ്ങൾക്ക് ഇളകുന്നുണ്ടല്ലേ? അതുകൊണ്ടാണല്ലോ ഇടകലരരുത് എന്ന് പറഞ്ഞത്. അതെ, എല്ലാവരും ഈ രൂപത്തിൽ ലിംഗത്തിന്റെ തുമ്പിൽ വൈകാരികതയും കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ലിംഗത്തിലാണ് വികാരം ഇരിക്കുന്നത് എന്നല്ല, തലച്ചോറിന്റെ പ്രവർത്തനമാണ് വികാരം. എല്ലാവരും ഈ രൂപത്തിൽ ചിന്തിക്കുന്നവരല്ല. മുലക്കച്ചയും കെട്ടി അതല്ലെങ്കിൽ ജെട്ടിയും പ്രായും ഇട്ടോ ഇടാതെയോ ഒക്കെ സ്ത്രീകൾ ഇതുവഴി നടന്നാലും ശരി, ഉടനെ തന്നെ ഉദ്ധാരണമുണ്ടായി തപ്പിപ്പിടിക്കുന്ന നിന്നെപ്പോലെയുള്ള ആളുകളെ സാധാരണ ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തല്ലേ. ഒരു പെണ്ണിനെ കണ്ട ഉടനെ തന്നെ സവാദ് എന്ന് പറയുന്ന ഒരു പുരുഷൻ ബസ്സിനകത്തിരുന്ന് സ്വയംഭോഗം ചെയ്തതും കണ്ടക്ടർ പിടിക്കാൻ ഓടിയപ്പോൾ ഇറങ്ങി ഓടിയതും ഒക്കെ നമുക്കറിയാം. ഇത്രയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത വികാരവുമായിട്ടാണ് ഇവര് നടക്കുന്നത്. ഇവര് ശരിക്കു പറഞ്ഞാൽ മുഴുവൻ മുസ്ലിം പുരുഷന്മാരെയും പരിഹസിക്കുകയാണ്, മുഴുവൻ മുസ്ലിം പുരുഷന്മാരെയും അധിക്ഷേപിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. അവർ മ്ലേച്ഛന്മാരാണ് എന്ന് സർട്ടിഫൈ ചെയ്യുകയാണ്. കാരണം ഇത് ഞങ്ങൾ മുസ്ലിങ്ങളോടാണ് പറഞ്ഞത്, ഇടകലരരുത്. ആണ് പെണ്ണിനെ കണ്ടാലും പെണ്ണ് ആണിനെ കണ്ടാലും ഉടനെ തന്നെ വികാരമുണ്ടാകുമെന്ന് പറയുമ്പോൾ മുസ്ലിം പെണ്ണിനെയും മുസ്ലിം പുരുഷനെയും മുസ്ലിം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഇവർ വളരെ മോശമായിട്ടൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് മുസ്ലിം പയ്യൻ പെട്ടെന്ന് വികാരമിളകുന്നവനാണ്, മുസ്ലിം പെണ്ണും അതെ. അതുകൊണ്ടാണ് സാക്കിർ നായിക്ക് പറഞ്ഞത്, ആണും പെണ്ണും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ 20 സെക്കൻഡ് നോക്കിയിട്ടും അയാൾക്ക് ലൈംഗിക ഉദ്ധാരണം ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്തോ ബയോളജിക്കലി മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. ഇവന്റെയൊക്കെ മുമ്പിൽ എങ്ങനെയാണ് ഉമ്മയും പെങ്ങളും നിൽക്കുക? കാരണം അവരും പെണ്ണാണല്ലോ. ഈ രൂപത്തിൽ ലൈംഗിക വൈകൃതങ്ങളുമായി നടക്കുന്നവർ അവരെയൊക്കെ ഏത് കണ്ണിലും ഏത് കാഴ്ചപ്പാടിലുമായിരിക്കും കാണുക. ഇത് മാനവ മൂല്യങ്ങളാണ് ഇതിനകത്ത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതിനകത്ത് എന്ത് മാനവിക മൂല്യങ്ങളാണുള്ളത് എന്ന് ചോദിക്കേണ്ടി വരുവാണ്. ആണ് പെണ്ണിനെ കണ്ടാലും പെണ്ണാണിനെ കണ്ടാലും ഉടനെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര സംസ്കാരം ഈ പുരോഗമന സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പറയേണ്ടി വരുന്നതാ, പെണ്ണാണിനെ കണ്ടാലും കുഴപ്പമില്ല, ആണ് പെണ്ണിനെ കണ്ടാലും കുഴപ്പമില്ല, ഇടകലർന്നാലും പ്രശ്നമില്ല.
നമ്മുടെ നിയന്ത്രണം, നമ്മുടെ കൺട്രോള്, സെൽഫ് കൺട്രോള്, പരിസര ബോധം, മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്ന ബോധ്യം, ഇതൊക്കെ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. അതുള്ളവരാണെങ്കിൽ പേടിക്കാനില്ല. നിങ്ങളെപ്പോലെയുള്ള ദുർബല വികാരങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉമ്മയെയും കയറി പിടിക്കും. ഇസ്ലാമിനോടുള്ള ശത്രുതയാണ്. നമുക്ക് അല്ലാഹു സ്വർഗ്ഗം തരും. ഇസ്ലാമിനോടുള്ള ശത്രുതയല്ല ഉസ്താദ്, ഇസ്ലാമിനോട് ഇന്ന് സഹതാപം മാത്രമേ ഉള്ളൂ ആളുകൾക്ക്. കാരണം എന്താണെന്നറിയാമോ? ഇതിൽ വിശ്വസിക്കാൻ നിർബന്ധിതരായിട്ടുള്ള ഒരുപാട് ഇരകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു വിഷമം. നമുക്ക് ആഖിറത്തിൽ നല്ല വിജയമുണ്ട്. മുസ്ലിം സമുദായം നമ്മളെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. നമുക്ക് നല്ല ശുദ്ധിയുണ്ട്, വൃത്തിയുണ്ട്, വെടുപ്പുണ്ട്, സംസ്കാരമുണ്ട്, ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ പരിശ്രമിക്കുന്നത്. ഇവർക്ക് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇവര് നല്ല സംസ്കാര സമ്പന്നരായതും മറ്റുള്ളവരൊക്കെ വൃത്തികെട്ടവരായതും. ശരി, നിങ്ങളുടെ വൃത്തിയുള്ള നല്ല സദാചാര ധാർമ്മികതയുള്ള വിദ്യാഭ്യാസം എന്താണ് മതം പഠിപ്പിക്കുന്നത് എന്ന് ഏതാണ്ട് ഇന്ന് ആളുകൾക്കൊക്കെ അറിയാവുന്നേ ഉസ്താദേ. നമ്മൾ ആരുടെ മുന്നിൽ മുലയും കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് കാണിച്ചുകൊണ്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല ഉസ്താദേ. കാണിക്കുന്നവര് കാണിക്കും, വികാരം കൊള്ളേണ്ടവർ വികാരം കൊള്ളുകയും ചെയ്യും. ഇനിയിപ്പോ ഉമ്മയാണ് നഗ്നയായി നിൽക്കുന്നതൊന്ന് കണ്ടുപോയെങ്കിൽ, പെങ്ങളാണ് തുണിയൊന്ന് മാറിയതൊന്ന് കണ്ടുപോയെങ്കിൽ ഉടനെ തന്നെ കയറി പിടിക്കാനുള്ള ടെൻഡൻസി ശരിയാണ് എന്നാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. പെണ്ണ് കാണിക്കുന്നതാണോ അതോ കണ്ടാൽ ഉടനെ തന്നെ പൊട്ടിപ്പുറപ്പെടുന്നതായിട്ട് സ്ത്രീകൾ നടക്കുന്നുണ്ട്? കയറി പിടിക്കാൻ തോന്നാത്തത് സൗദി അറേബ്യയിലുള്ള രാജ്യങ്ങളിൽ പെണ്ണും ആണും ഇടകലർന്നവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു, അവർ യാത്ര ചെയ്യുന്നു, കയറി പിടിക്കില്ല. കാരണം എന്താ? പിടിച്ചാൽ ലിംഗം പോകുന്ന നിയമമുണ്ട് അവർക്ക്. അവസ്ഥകൾ പറയുമ്പോൾ അല്ലാഹു തആല നമുക്ക് മനസ്സിന് വേണ്ടി അല്ലാഹു തആല പറയുന്നു ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ. അപ്പോ അല്ലാഹു പുരുഷനും സ്ത്രീയും പരസ്പരം ആനന്ദിച്ചോട്ടെ, സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സെക്സ് കഥകൾ ഖുർആനിനകത്ത് പറയുന്നത് എന്നാണ് ഉസ്താദ് പറയുന്നത്. ശരി, അതിന് നമ്മളും പറഞ്ഞിട്ടില്ല ഉസ്താദ് ഇത് തെറ്റാണെന്ന്. ഇത് ഈ ഗ്രന്ഥത്തിനകത്ത് ഉള്ളതാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇല്ലാത്ത കഥകളാണ് ഈ പറയുന്നതൊന്നും. ഇത്തരം കാമകഥകൾ ഈ ഖുർആനിനകത്തുണ്ട്, ഹദീസിനകത്തുണ്ട്, കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിനകത്ത് ഇത്രയും വളരെ വൈകൃതമായിട്ടുള്ള സെക്സ് കഥകൾ ഉണ്ട് എന്ന് തന്നെ ഞങ്ങളും പറയുന്നത്. അതിൽ ഒരിക്കലും നമുക്ക് മാറ്റി പറയാൻ പറ്റൂല. അല്ലാഹു ഒരു ഹൂറികളെ കുറിച്ച് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ അവതരിപ്പിച്ചു കൊടുക്കുകയും വേണം. ഒരിക്കലും അതിൽ നമുക്ക് മാറ്റി പറയാൻ ശരിയാണ്. അത് ജൂതന്മാരുടെ സ്വഭാവമാണ് മാറ്റിമറിക്കുക എന്നുള്ളത്. ആയത്തുകൾ മാറ്റിമറിക്കുക, മറച്ചു വെക്കുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ ജൂതന്മാരെ. ആമീൻ. അല്ലാഹു മനസ്സിലാക്കാൻ തോന്നിക്കട്ടെ. അതെ അതെ, എന്നാ അത് മതം വിട്ടുപോകും. നിർത്താൻ ഉസ്താദ് പറഞ്ഞു. അല്ലല്ല, ഉസ്താദിന് പ്രശ്നമൊന്നുമില്ല. ഉസ്താദ് പറയുന്നത് കേൾക്കാൻ എല്ലാ കാലത്തും ആൾക്കാരുണ്ടാകും. ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു ജനതയോടാണല്ലോ ഉസ്താദ് നിങ്ങൾ ഈ കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും പറയുന്നത്. ധൈര്യമായിട്ട് പറഞ്ഞവര് കേട്ടോളൂ. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ഇത്രയും ദീൻ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് വന്നിരുന്നതിന് പ്രോത്സാഹനം നൽകണം, പ്രചോദനം കൊടുക്കണം. നമ്മുടെ ദീനിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ദീൻ കേൾക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മുസ്ലിയാരെ നോക്കിയിട്ടല്ല വാത് കേൾക്കാൻ വരുന്നത്, മുസ്ലിയാരെ നോക്കിയിട്ടല്ല. അവിടെ പറയുന്നത് എന്താ? ഖുർആനും ഹദീസുമാണല്ലോ. ആ ഖുർആനും ഹദീസും പറയുമ്പോൾ ആ ഖുർആനും ഹദീസിനോടുള്ള ബഹുമാനം, അത് ആര് പറഞ്ഞാലും അള്ളാന്റെ കലാമാണ്, നബിതങ്ങളുടെ വചനങ്ങളാണ് എന്നുള്ള നല്ല മനസ്സിന്റെ ആ ഒരു നല്ല നീയത്തോടു കൂടിയാണ് നമ്മൾ വന്നിരുന്ന് കേൾക്കേണ്ടത്. അല്ല മറ്റാരെയും തൃപ്തിപ്പെടുത്താനൊന്നുമല്ല. നിങ്ങൾ ഇ പി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആള് കൂടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് അതിനകത്ത് ആള് കൂടുന്നതുകൊണ്ട് എനിക്ക് വലിയ ഫഹർ കൂടെയില്ല. എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ല. എനിക്ക് 10,000 കണക്കിന് ആള് കൂടുന്നത് കൊടുത്തത് എനിക്ക് വാദന ഉഷാർ കിട്ടുമൊന്നുമില്ല. എനിക്ക് 10 പേര് കിട്ടിയാൽ മതി. കേൾക്കാൻ താല്പര്യമുള്ള 10 പേര് കസരത്തും കാമില്ല റാഹത്തായി അള്ളാന്റെ ദീൻ ഞാൻ പറഞ്ഞുതരും. എനിക്കതല്ല, എനിക്ക് അങ്ങനെ പേടി. കാരണം ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ പറയാൻ കുറച്ച് താല്പര്യം കൂടുതലുള്ള ആളാണെന്ന്. ഞാൻ 30 വർഷമാണെന്ന് പറയാൻ തുടങ്ങിയ 30 വർഷമായി. Do you know which is the #1 best-selling sunscreen? Nykaa, this one. And it's not me saying
1995 മുതൽ ബാഗ് പറയാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഇന്ന് വരെ നമുക്ക് യാളുകൂടലല്ല വിഷയം. പറയുന്നത് ഇച്ചിരി പച്ചയ്ക്ക് പറയണം, അത് കേൾക്കണം, പഠിക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, അതാണ് നമ്മുടെ വിഷയം. അതാണ് പറയുമ്പോ കുറച്ച് പച്ചയ്ക്ക് അങ്ങോട്ട് പറയണം, കുറച്ച് എരിവും പുളിവും ഒക്കെ ചേർത്തിട്ട് ഇന്ന് മുതൽ യുവാക്കൾ അങ്ങോട്ട് നിസ്കരിച്ചു തുടങ്ങണം. ഈ ഹൂറികളെ കുറിച്ചിട്ട് ഓർത്തിട്ടെങ്കിലും അത്രയ്ക്ക് അതങ്ങോട്ട് പറയും. എന്തുകൊണ്ട് ഇത്രയും കേട്ട് ഈ ഉമ്മത്തിന് ഒരു മാറ്റം വരുന്നില്ലല്ലോ? അതുകൊണ്ട് ഈ ബാലിനോട് തന്നെ വെറുപ്പായി പോയി. ഹക്ക് പറയാണ്. എന്നിട്ട് അലക്കുമ്പോ നമ്മുടെ കൗമ എന്റെ പറയും കമന്റ്, ആ വയ്യാരെ കൊടുക്കല. അപ്പൊ ഇങ്ങേർക്ക് നല്ല കിട്ടുന്നുണ്ടല്ലേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന് തന്നെ. ആ മകയെ കുനിച്ച് കൂമ്പിനിടിക്കാൻ ആരും ഇല്ലല്ലോ എന്ന്. അതെ, അതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. യുവത ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് കാക്കമാർക്ക് വെളിവ് വെച്ചു ഉസ്താദേ. ഇതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇത്രയധികം കഷ്ടപ്പെടുന്നത്. അവര് ചിന്തിക്കണം, അവരുണർന്ന് പ്രവർത്തിക്കണം. നിങ്ങളെയൊക്കെ പൊതുജന മധ്യത്തിൽ പിടിച്ചു നിർത്തി ചോദിക്കണം, ഇതാണോടോ ഇസ്ലാം എന്ന്. പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് പ്രസവപ്പലകയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഭർത്താവ് അവന്റെ കാമപൂർത്തീകരണത്തിന് വിളിച്ചാൽ അവൾ നിന്നുകൊടുക്കണം പുരുഷന്റെ സംതൃപ്തിക്ക് വേണ്ടി. 2 ജീവനുമായി പിടയുമ്പോൾ ആ പെണ്ണിനെ നോക്കി വികാരമുണ്ടാകുന്ന പുരുഷനെ കുറിച്ചിട്ടാണ് ഇയാളാ പറഞ്ഞത്. ഇതുപോലെയുള്ള ഈ പറഞ്ഞവൻ തന്നെയാണ് പറഞ്ഞതും. ഇവനെയൊക്കെ പിടിച്ച് പബ്ലിക്കിൽ നിർത്തിയിട്ട് ചോദിക്കണം, ഏത് ഇസ്ലാമാണോ ഇത് പറഞ്ഞത്? ഇത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരൂ. അത് കണ്ടു കഴിഞ്ഞാൽ പറയണം, ഈ മതം എനിക്ക് വേണ്ട. മാനവിക വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഈ ആശയങ്ങളാണോ ഇത്രയും കാലവും ഞാൻ നെഞ്ചിലേറ്റി നടന്നത്? എനിക്കിനി ഇത് വേണ്ട എന്ന് പറയാൻ സാധിക്കണം. അതുകൊണ്ടാണ് യുവത ഇവനെയൊക്കെ പച്ചത്തെറി വിളിക്കുന്നത്. ഏത് കാലത്ത് ഇവനൊക്കെ ബോധം കിട്ടുക? ഇവനൊക്കെ ചാവാറാകുമ്പോൾ ദ്വാരക്കണ്ട നമ്മളാണ്. ഇവന്റെയൊക്കെ ചത്തി ഇവന്റെ ശവം മുന്നിൽ കൊണ്ടുവരുമ്പോൾ അള്ളാഹു പറഞ്ഞ് കൈ കെട്ടിയിട്ട് അള്ളാഹു മോഹറിലൊക്കെ പറയുമ്പോൾ പണ്ടാരക്കാലിന് പുറത്തോട് കൊടുത്തവനെ എന്ന് പറയേണ്ടത് നമ്മളാണ്. ഇവനൊക്കെ നമ്മൾ എങ്ങനെ ദ്വാരക്കും മനസ്സ് തുറന്നിട്ട് എങ്ങനെ ദ്വാരക്കും കൊണ്ടുവരുന്ന ചത്ത് കഴിയുമ്പോൾ കൊണ്ടുവന്ന് വെക്കുന്നത്? ഇവരൊക്കെ മുസ്ലിംമാരെ കുറ്റം പറയാണ്. അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോ എന്തിനാണ് നീ എല്ലാം കുറ്റം പറയാൻ നിൽക്കുന്നത്? ഇസ്ലാമിനോ ശരീഅത്തിനോ എതിരായിട്ടാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഓക്കെ, നിനക്ക് കുറ്റം പറയാം. ആലിമിനെ ചോദ്യം എവിടുന്നോ ഏറ്റ രൂപത്തിൽ ഉസ്താദിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്ര വിളി. ഇസ്ലാമിന് ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. ഇസ്ലാമിനുള്ള കാര്യം പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ ആരുള്ള അവകാശം? ആദ്യം നീ ദീൻ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതായത് യുവത ഈ ഗ്രന്ഥങ്ങളൊന്നും മനസ്സിലാക്കണമെന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. അവരെപ്പോഴാണോ ഈ വിഷയം, ഇസ്ലാം എന്താണ്, ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്, ആ സെക്കൻഡിൽ അവർ ഈ മതം ഉപേക്ഷിക്കും. നമ്മുടെ സഹോദരങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയാണ്. എല്ലാ വർഷവും അവന്മാര് പാവപ്പെട്ട പിള്ളേരെല്ലാം കൂടെ ചേർന്ന് അവര് അടുപ്പിന്റെ ചോട്ടിൽ നിന്ന് പാചകം ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് പാവപ്പെട്ട മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, നല്ലവരായ നാട്ടുകാരായ നിങ്ങൾ വേണ്ടവണ്ണം അവരെ സഹായിച്ച് ആ പാവപ്പെട്ട പെൺകുട്ടികൾ, നമ്മൾ സമ്പന്നന്മാർ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂദറെ, രാവിലെ നീ ഒരു ഇൽമിന്റെ ഒരു ഭാഗം, ഒരു ബാബ്, ഒരു വാതിൽ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു അക്ഷരം, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഒരു വചനം പഠിക്കുന്നതിന് വേണ്ടി രാവിലെ നീ യാത്ര ചെയ്ത് പോകുന്നത് ഈ ഇൽമു പഠിക്കാതെ നീ 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു യാത്ര, 1 മണിക്കൂറോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 കിലോമീറ്ററോ 1/2 കിലോമീറ്ററോ നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു യാത്ര ചെയ്യുന്നത് 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ. ചൈനയിലേക്ക് പോയിട്ടാണെങ്കിലും നിങ്ങൾ മതം പഠിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ചൈനയിൽ ഏത് രൂപത്തിലുള്ള വിദ്യാഭ്യാസമാണുള്ളതെന്നും ഏത് രൂപത്തിലുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചതെന്നും
ഇന്ന് എല്ലാവർക്കും അറിയാം. ഇവരുടെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വങ്ങൾ അറിയണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അവരുടെ സംസ്കാര സമ്പന്നതയെ കുറിച്ച് പറഞ്ഞല്ലോ കേട്ടോ. ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവിസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫി ജന്ന, സ്വർഗം വരെയും. ഒരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. അല്ല, ആദം നബിക്ക് ആരാണ് കെട്ടിച്ചു കൊടുത്തത്? നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് വിവാഹം ആദ്യമായിട്ട് ആദം നബി തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? ആദം നബിയെ സൃഷ്ടിച്ച് ആദം നബിയുടെ വാരിയല്ലൂരി ഹവ്വയെയും സൃഷ്ടിച്ചു. ഏറ്റവും മുകളിലത്തെ ദുർബലമായ വളഞ്ഞ വാരിയലിൽ നിന്നാണ് ഇണയെ സൃഷ്ടിച്ചത് എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷൻ 4 വിവാഹം കഴിക്കുമ്പോൾ അയാൾക്ക് പിന്നെ വാരിയലുണ്ടാവുമോ? ഈ ഗൾഫിലൊക്കെ ആണെങ്കിൽ 18 കെട്ടിയവര് വരെയുണ്ട്. അയാളുടെ വാരിയലിന്റെ ഒരു അവസ്ഥയെ. കാരണം അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എന്ന് വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി. ഇതിനൊക്കെ എവിടെ സമയം? 72 ഊറിപ്പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മേയ്ക്കണം. അതിന്റെ ഇടയ്ക്ക് കെട്ടുപാടുകളിലും ബന്ധത്തിലും ഒക്കെ ഏർപ്പെടുന്ന ഒരു നിക്കാഹൊക്കെ കടുങ്ങയായിപ്പോയി ഉസ്താദെ. മറ്റേ 72 പേര് തന്നെയുമല്ല, ഒരാളുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു അവസാനം. ഇന്നലെ രാത്രി എന്റെ വാഹനം ഓടിച്ചു തെറ്റിപ്പോയി. പിൻഭാഗത്തോടെ ആയിരുന്നു ഞാൻ എന്റെ വാഹനം ഇങ്ങനെ ഓടിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. നിയമം പറഞ്ഞു പറയാൻ പറ്റും. നിങ്ങൾ മിണ്ടാതിരുന്നു. فأوحي إلى رسول الله صلى الله عليه وسلم. സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കൊയ്തു കൊള്ളുക. കിടത്തിയോ, തിരിച്ചു കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ, മലർത്തി കിടത്തിയോ, പിൻഭാഗത്തു കൂടിയോ, മുറാകത്തു കൂടിയോ, മലദ്വാരത്തെയും സൂക്ഷിക്കണം. മെൻസസിന്റെ സമയവും നിങ്ങൾ സൂക്ഷിക്കണം. വാതിൽ ഒന്നേയാകാം, മുൻഭാഗത്തോടെയാകാം, പിൻഭാഗത്തോടെയാകാം. വാതിൽ ഒന്നേയാകാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. എന്ത് നിനക്ക് മറുപടി പറയാ? ഇത്രയും വിവരദോഷികളായിട്ടുള്ള ഒരു ജനത വേറെയില്ല. പബ്ലിക്കായിട്ട് മൈക്ക് കെട്ടിവെച്ചിട്ട് ഇവനെ മ്ലേച്ഛനെന്ന് പറഞ്ഞാൽ മതിയോ രഞ്ജിനി? അതുകൊണ്ട് ഇന്ന് യുവതലമുറ ഇവന്മാരെയൊക്കെ കൂനിച്ചു നിർത്തി കൂമ്പിനിടിക്കണമെന്ന് പറയൂത്രേ. അത് പറയാ. കാരണം ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളുമാണല്ലോ പബ്ലിക്കിൽ വന്നു നിന്ന് പറയുന്നത്. എന്നിട്ട് തീർന്നില്ല കേട്ടോ. ഈ വൃത്തികേടുകൾ പറഞ്ഞിട്ട് ഇവനെ ചീത്ത വിളിക്കുവാണല്ലോ. ഇനി ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഉസ്താദിന്റെ മുമ്പിലാണ് കൊണ്ടുവെക്കുക. ഉസ്താദാണല്ലോ പറയേണ്ടത്, അല്ലാഹുവേ നീ അവന് പുറത്തു കൊടുക്കണേ റബ്ബേ, വറഹംഹു അല്ലാഹുവേ നീ ഇവനോട് കരുണ ചെയ്യണേ റബ്ബേ എന്നൊക്കെ ഇയാളാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. ഇയാൾക്ക് ആത്മാർത്ഥത വരത്തില്ല അത്രേ. കാരണം ഇയാൾ ഇതൊക്കെ പബ്ലിക്കിൽ പറയുമ്പോൾ കൈകൊട്ടി ചിരിച്ച് ഉസ്താദിനൊരു നോട്ടുമാലയൊക്കെ ഇട്ടുകൊടുത്ത് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചു വാരി പുണർന്നിരുന്നെങ്കിൽ ഉസ്താദിന് സന്തോഷമായേനെ. ഉസ്താദെ, ഇന്നത്തെ ജനത ചിന്തിക്കുന്ന ജനതയാണ്. അവർക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അവര് നിങ്ങളുടെ ഈ സെക്സ് കഥകൾ പബ്ലിക്കിനോട് പറഞ്ഞ് നിങ്ങളുടെ ആ സെക്ച്വൽ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെച്ച് ഇത് പറഞ്ഞിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ. ചിലരങ്ങനെയാ. ചിലർക്ക് ദൃശ്യം സുഖം, ചിലർക്ക് സ്പർശനം സുഖം, ചിലർക്ക് സെക്സ് ചാറ്റ് ചെയ്യുന്നത് സുഖമാണ്, ചിലർക്ക് സെക്ച്വൽ വീഡിയോസ് കാണുന്നത് സുഖമാണ്. ഇവന്മാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു സുഖിക്കുന്നത് ഒരു സുഖമാണ്. അപ്പം ഇത്തരം ആളുകളെ നമ്മൾ പ്രതിരോധിക്കുകയോ ഇവരെ വിമർശിക്കുകയോ ചെയ്താൽ നമ്മൾ മോശക്കാരായി. ശരി, തൽക്കാലം നമ്മൾ ആ മോശത്തരം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഈ വിവരദോഷികളെ എന്ത് ചെയ്യണം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ചിന്തിച്ചാ മതി, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അവൻ പറയാണ്, ഏത് ചക്കറിയയാണെങ്കിലും ശരി, ഞങ്ങളെ പറയേണ്ട കാര്യം, ഞങ്ങളിത് മുസ്ലിങ്ങളോടാണ് പറയണതെന്ന്. മുസ്ലിം രാഷ്ട്രമല്ലല്ലോ. നിങ്ങളെ മുസ്ലിങ്ങളെ മാത്രം ഒരു ഹാളിനകത്ത് വിളിച്ചുകൊണ്ടിരുത്തി അവരുടെ വീട്ടിനകത്ത് പോയിട്ട് നിങ്ങൾ കൺവിൻസ് ചെയ്യും. പബ്ലിക്കിൽ മൈക്ക് കെട്ടി ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, നല്ല കൈക്കരുത്തുള്ള പയ്യന്മാർ നിന്നെയൊക്കെ കൈവയ്ക്കും. കാരണം ഇത് വൃത്തികേടാണ്, വഷളത്തരങ്ങളാണ്. കുടുംബമായിരുന്ന് നിന്റെ ഒന്നും മതപ്രഭാഷണങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യുവാക്കൾ നിങ്ങളെ പിടിച്ചു പബ്ലിക്കിൽ നിർത്തും, മോന്തയ്ക്ക് 2 എണ്ണം പൊട്ടിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്കിനി പിന്നെ കാണാം. യാത്രയിലാണ്, ഏതാണ്ട് നെറ്റ് ചിലപ്പോൾ തീർന്നു പോയാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ കുറച്ച് നിർത്തിയതാ. അയാളുടെ പ്രസംഗത്തിന്റെ ബാക്കിയുണ്ട്, നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, മീനു നിർത്തിയേക്കാം. ഫ്രീ തിങ്കർ, അതെ നിങ്ങൾക്ക് ഹൂറികളെ കിട്ടണമെങ്കിൽ ഫ്രീ തിങ്കർ പറയാൻ ഇതുപോലെ കേട്ടോട്ടാ. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. നെറ്റ് പോയാലേ ആ ചെയ്തതും കൂടി പോകും, അതൊന്ന് പ്രോസസ്സായി വരണമല്ലോ. ഓക്കെ, ബൈ. ശരി, ഓക്കെ.